നിമിഷപ്രിയയെ തൂക്കിലേറ്റുക തന്നെ ചെയ്യും എന്നാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഞങ്ങൾക്ക് പറയാനായി സാധിക്കുന്നത്. കാരണം നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് ചില്ലറ കുറ്റകൃത്യമല്ല. നിമിഷപ്രിയ വളരെ പ്ലാൻഡായി വളരെ നിഗൂഢമായി ഒരു കൊലപാതകം യമനിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും കൊന്നതല്ല. ഒരു കൊലപാതകം നടത്തി ആ മൃതദേഹം കഷണങ്ങളാക്കി മുറിച്ച് അവർ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റകൃത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരിക്കലും ഒരു കോടതിയും പുറത്ത് മാപ്പ് കൊടുക്കുന്ന ഒരു കുറ്റകൃത്യമല്ല. ഒരാളെ കൊല്ലുക എന്നുള്ളത് മാപ്പ് കൊടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണ്. കാരണം സാഹചര്യം കൂടെ നോക്കും. സ്വയരക്ഷയ്ക്കാണോ കൊന്നത്, തലക്കടിച്ച് കൊല്ലുക, അല്ലെങ്കിൽ അബദ്ധത്തിൽ കൊല്ലുക, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ കൈമലർത്തിയിരിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഹോപ്പില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പല തള്ളുകളും നടത്തുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒമാനിലേക്ക് പറന്നു. കാന്തപുരം ഉസ്താദ് യമനിലെ പല ആൾക്കാരെയും വിളിച്ച് സംസാരിച്ചു. വേറെ പല ഉസ്താദുമാരും യമനിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള പല ജൽപ്പനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും സത്യമല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. കേന്ദ്രത്തിന് കഴിയാത്ത കാര്യമാണ് ഇവരെ കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ മണ്ടന്മാരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇത് പണ്ട് പ്രളയത്തിൽ UAE 700 കോടി നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് നൽകും എന്നുള്ള ഒരു യമണ്ടൻ തള്ളു പോലെയുള്ളൊരു മറ്റൊരു തള്ളാണ്. എന്തായാലും കേരള നഴ്സ് നിമിഷപ്രിയയെ ജൂലൈ 16 യമനിൽ തൂക്കിലേറ്റും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരു യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് അവരുടെ കുറ്റം. അപ്പോൾ ഈ കേസിൽ ഇന്ത്യൻ സർക്കാർ കൈമലർത്തിയിരിക്കുകയാണ്. ഈ കേസിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ സത്യവും. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മനസ്സലിവ് യമൻ ഉണ്ടാകണം. അതുമല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ യമൻ ആക്രമിക്കേണ്ടി വരും. ഇതാണ് ഇതിലുള്ള അടുത്ത ഒരു കടുങ്കൈ എന്ന് പറയുന്നത്. സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. യമനിലെ സെൻസിറ്റീവ് രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് നയതന്ത്ര അതിർത്തികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങൾ ചെയ്തു. പക്ഷേ ഇനി ഇടപെടാൻ കഴിയില്ല. ഇനി ഇരയുടെ കുടുംബം ബ്ലഡ് മണി അത് സ്വീകരിക്കുക എന്നതാണ് ഏക പോംവഴി. ഈ ഇരയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ, നിമിഷപ്രിയ കൊന്നുകളഞ്ഞ മനുഷ്യൻ്റെ കുടുംബത്തിന് ഒരു തുക കൊടുക്കാമെന്ന് പറഞ്ഞ് നിമിഷപ്രിയയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു രീതിയാണ്. പക്ഷേ അതവർ ചോദിച്ചിട്ടില്ല. നമ്മളാണ് അങ്ങോട്ട് പോയി ചോദിച്ചത് നിങ്ങൾക്ക് ഇത്ര തുക തരാമെന്ന്. എന്തായാലും അവരത് സ്വീകരിച്ചിട്ടില്ല. ഇനിയുള്ള വഴി എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലുണ്ടായി അവർ ആ പണം സ്വീകരിക്കുക, നിമിഷപ്രിയയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും ഇസ്ലാമിക നിയമപ്രകാരം ബ്ലഡ് മണി അല്ലെങ്കിൽ ദിയ എന്നത് ഒരു കുറ്റവാളി ഇരയുടെ കുടുംബത്തിന് നൽകുന്ന പണം, നഷ്ടപരിഹാര പണമാണ്. മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം പോലുള്ള കേസുകളിൽ ഈ സംവിധാനം പലപ്പോഴും പ്രയോഗിക്കപ്പെടാറുണ്ട്. ഇരയുടെ കുടുംബം ഈ തുക സ്വീകരിച്ചാൽ അവർക്ക് കുറ്റവാളിയോട് ക്ഷമിക്കാൻ കഴിയും, വധശിക്ഷ ഒഴിവാക്കാനും കഴിയും. എന്നിരുന്നാലും ഇത് പൂർണ്ണമായും ഇരയുടെ കുടുംബത്തിൻ്റെ ആഗ്രഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. ആ ഇരയുടെ കുടുംബത്തിന്, അതായത് കൊല്ലപ്പെട്ടയാൾക്ക് കുടുംബമുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് തോന്നണം ഇവരെ രക്ഷിക്കണമെന്ന്. എന്തായാലും പാലക്കാട് ജില്ലയിലെ ഒരു തൊഴിലാളി വർഗ്ഗ കുടുംബത്തിൽ ജനിച്ച നിമിഷപ്രിയയുടെ അന്ത്യം യമനിലായിരിക്കും നിലവിൽ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലായിടത്തും നിന്നും കിട്ടുന്ന സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ നിമിഷപ്രിയ രക്ഷപ്പെട്ടേക്കാം. അതിലൊന്നാണ് ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത്. അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.